ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഇരട്ടി നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനു മുൻപേ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയേക്കുവാണ്. സോ പേഴ്സണൽ റീഡിംഗ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളവരും പിന്നെ ബ്രേസ്ലെറ്റുകൾ ഓർഡർ ചെയ്തവരുണ്ട്. അവരും ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അത് ഒരു 1 വീക്ക് എടുക്കും ഫോണ് ശരിയായി കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പം ആ നമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു നമ്പറല്ല, അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ തന്നെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഈ പേഴ്സൻ്റെ ഒരു ഉദ്ദേശമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? ദ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. യൂണിവേഴ്സ് ഈ ബന്ധത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഡെവിളാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്ട്രഗിളിങ് ആണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഡബിൾ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഇതിനെ ഒന്ന് നല്ലോണം കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. ഇതിനിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. സോ യൂണിവേഴ്സിൻ്റെ ഉദ്ദേശം എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 3 കാർഡ്സാണ് വന്നത്. 2 കാർഡ്സാണ് വന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസും 3 ഓഫ് പെൻറ്റക്കിൾസും. നിങ്ങൾ ഒരു മൂന്നാമതൊരാൾ എന്നുള്ള രീതിയിൽ ആരുടെയൊക്കെ ലൈഫിൽ കയറി ചെന്നിട്ടുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. സോ എന്തൊക്കെയോ കർമ്മകൾ വീട്ടാനുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് എന്തൊക്കെയോ കർമ്മകൾ നിങ്ങൾക്ക് വീട്ടാനുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെന്ന് ചാടിയിട്ടുള്ളത്. ഓക്കെ, ഈ പേഴ്സൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് വലിയ ഉദ്ദേശമൊന്നുമില്ല. അവർക്ക് നിങ്ങളടുത്ത് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ്റെ റീസണാണ് അവർ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. അവർ പ്രതീക്ഷിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം ഈ പേഴ്സണ് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. സോ ആ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അവർക്ക് പിന്നീട് ഇഷ്ടമായി. അതായത് ഒരാളെ കാണുമ്പോൾ നമുക്ക് ആരോടും തോന്നാത്ത തരത്തിലുള്ളൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക. അതിൻ്റെ റീസൺ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു അട്രാക്ഷൻ ഇവർക്ക് ഫീൽ ചെയ്തു. സോ അതിനെ ബേസ് ചെയ്തിട്ട് അവർ നിങ്ങളുടെ അടുത്തോട്ട് പ്രപ്പോസ് ചെയ്ത് വന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിച്ചേക്കുന്നത്. നിങ്ങളായിട്ട് പോയതല്ല, ഈ പേഴ്സണാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വന്നേക്കുന്നത്. പേഴ്സണാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ. പക്ഷെ പിന്നീട് അതങ്ങോട്ട് ഫൈറ്റിങ്ങിൻ്റെ എനർജിയിലേക്ക് പോയി. ഓക്കെ, 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. പിന്നീട് അത് ഫൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോസ് വെക്കുന്നു, കോമ്പറ്റീഷൻ പോലെ ഫീൽ ചെയ്യുന്നു. എന്താ പറയുക, പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഈഗോസുകൾ കാണുന്നു, ഈഗോ ക്ലാഷസ്, അങ്ങനെയൊക്കെയുള്ള രീതികളിൽ റിലേഷൻഷിപ്പ് പോയി എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത്? പാസ്റ്റ് ലൈഫ് കണക്ഷനിലെ കർമ്മകൾ ഒരുപാട് വീട്ടാനുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ റിയാലിറ്റി, അല്ലെങ്കിൽ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ കർമ്മ വീട്ടണം എന്ന് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാകും. ഈ ഒരു ലവ് റിലേഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ്ഡ് ആവും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ബാലൻസ്ഡ് ആവുന്നു. അതായത് ഇമോഷണലി സ്റ്റേബിൾ ആവാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ പഠിക്കും. ആളുകളോട് നിങ്ങൾ എപ്പോഴും ഭയങ്കര ഓപ്പണായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ നിങ്ങളൊരു ലിമിറ്റേഷൻ വെക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ള നിങ്ങളുടെ പല സ്വഭാവങ്ങളും പലതും ബാലൻസിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു യൂണിവേഴ്സ്. ബട്ട് ഈ പേഴ്സൺ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നി, അപ്പോൾ നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് തോന്നി അങ്ങനെ ചൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഓക്കെ. പക്ഷേ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, ഡബിൾ കാർഡ് പറയുന്നതാണ്. ഓക്കെ. ഈ പേഴ്സൺ അല്ലാതെ അവരുടെ മനസ്സിലൊരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് നോക്കുമ്പം 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് സ്നേഹത്തിൻ്റെ എനർജിയാണ്. സ്നേഹം തരിക എന്നുള്ളത് മാത്രമേ ഇവർ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അത് എവിടേക്കോ ചെന്നെത്തിപ്പെട്ടു. കാരണം നിങ്ങൾ പലരും കയറി ചെന്നിട്ടുള്ളത് മൂന്നാമതൊരാളായിട്ടാണ്. ഓക്കെ. നിങ്ങളെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ആ പേഴ്സൺ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കയറി ചെന്നു, ഓൾറെഡി ഉള്ളതിലേക്ക് നിങ്ങൾ കയറി ചെന്നതുപോലെയാണ് കാണുന്നത്. ഓക്കെ. അപ്പം സ്നേഹമാണ് ഈ പേഴ്സൺ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്നും വളരെയധികം ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവരുടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. സക്സസ്സിന് വേണ്ടി അവരുടെ സക്സസ്സിലായിരിക്കാം, അവരുടെ ലൈഫിലെ സക്സസ്സിലായിരിക്കാം, നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ബെറ്റർ പേഴ്സൺ ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യത്തുള്ളൂ. ഇവർ വന്നേക്കുന്നത് ഒരു അട്രാക്ഷൻ്റെ പേരിലായിരുന്നു, ബട്ട് പിന്നീട് അത് അവർക്കൊരു വാല്യുബിളായി മാറുകയാണ്. അങ്ങനെയാണ് പോയൊരു പോക്ക് റിലേഷൻഷിപ്പിൽ. പക്ഷേ അത് പിന്നീട് ഫൈറ്റിംഗ് ഉണ്ടാകുന്നു. കാരണം നിങ്ങൾ മൂന്നാമത് കയറി ചെന്ന ഒരാളെ പോലെയാണ് കാണുന്നത്. സോ ഫൈറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടാകും ഡെഫിനറ്റ്ലി. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്നിട്ട് ഈ പേഴ്സൺ തന്നെ മൂവ് ഓൺ ചെയ്തു പോയി നിങ്ങളിൽ നിന്ന്. നിങ്ങൾ വാല്യുബിൾ ആണ്, നിങ്ങൾ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെല്ലാം ഈ പേഴ്സൺ അറിയാം. പക്ഷേ അവർക്ക് ഫസ്റ്റ് ടൈം അവരൊന്ന് വാല്യൂ മനസ്സിലാക്കാൻ ലേറ്റ് ആയതുപോലെ അവർ തന്നെ മൂവ് ഓൺ ചെയ്തു പോയി. ഓക്കെ. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അതാണ് നമ്മൾ ഫസ്റ്റേ പറഞ്ഞത്. നിങ്ങൾ വളരെയധികം സ്ട്രഗിളിങ് ഈ റിലേഷൻഷിപ്പ് കാരണം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിളിങ്. ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, അവരിൽ നിന്നും പലതും മനസ്സിലാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു. അതായത് നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇത് വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ കയറി ചെന്നായിരിക്കില്ല. ഈ പേഴ്സൺ ഫോഴ്സ്ഫുള്ളി മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് എടുത്തതായിരിക്കാം. ഇവരുടെ അഭിപ്രായമായിരുന്നു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ. ബട്ട് അതിൽ പിന്നീട് വേദന തരുന്നതും ഈ വ്യക്തി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആ വ്യക്തി മൂവ് ചെയ്ത് പോകുന്നതും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതുമായിട്ട് നമ്മൾ കണ്ടത്. ദ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബട്ട് സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പോൾ മേ ബി ടിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷനിലൂടെ പോകുന്ന ആളുകളായിരിക്കാം. അപ്പം എന്താണെങ്കിലും സോൾമേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും വാല്യൂ മനസ്സിലാക്കാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് യൂണിവേഴ്സ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ. ചേസിങ് നിർത്തുക. നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. കാരണം ചേസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെയിൻ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ചേസിങ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ് പകുതിയോളം മാറും, ചേഞ്ച് ആകും, സിറ്റുവേഷൻസ് ചേഞ്ച് ആകും. ചേസ് ചെയ്യുമ്പം ആ പേഴ്സണ് റൺ ചെയ്യാൻ മാത്രമേ തോന്നത്തുള്ളൂ. പേഴ്സണ് നിന്ന് നിങ്ങളെ ഒന്ന് വാല്യൂ മനസ്സിലാക്കാൻ തോന്നത്തില്ല. അപ്പോൾ ചേസിങ് നിർത്തിക്കഴിഞ്ഞാൽ ഈ പേഴ്സണ് റൺ ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സൺ തിരിഞ്ഞു നോക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, നിങ്ങളുടെ തോട്ട്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ ചേസ് ചെയ്യുന്നതും അതും ഒരു ചേസിങ് ആണ്. ഇനി 5 ഓഫ് പെൻറ്റക്കിൾസിന് എനർജി ആയിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ വന്നിട്ടുണ്ട്, മീൻസ് ഒരു സ്റ്റോപ്പ് എനർജി വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മനസ്സിലാക്കുക, അത് വെറും ടെമ്പററി മാത്രമാണ്. അത് പരീക്ഷണം മാത്രമാണ് ആ ഒരു ടവർ എനർജി എന്ന് പറയുന്നത്. ഇപ്പം ഐ തിങ്ക് കറണ്ട് എനർജീനകത്ത് നിങ്ങളും ഇപ്പം അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നത് പോലെ കാണുന്നുണ്ട്. ആ പേഴ്സൺ ഓൾറെഡി അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ. ഓൾറെഡി ടവർ എനർജി വന്നിട്ടുണ്ട്. അത് ഒരു സഡൻ ബ്രേക്കപ്പ്, ഒന്നും പറയാതെ പെട്ടെന്നുണ്ടായ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പോലെ. ഓക്കെ. അപ്പം തുടക്കം വിചാരിച്ചതുപോലെയല്ല ഒടുക്കം എത്തിയേക്കുന്നത് ഈ റിലേഷൻഷിപ്പ്. എന്തൊക്കെയോ ചേഞ്ചസുകളാണ് സംഭവിച്ചത്. വിചാരിക്കാത്ത കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 ഓഫ് സോട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ട് നെഗറ്റീവ് വൈബ്രേഷന് വേണ്ടിയിട്ട്. ഒന്ന്, ആ പേഴ്സണ് തന്നെ ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകും. രണ്ടാമത്തേത് ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സുകൾ എന്തെങ്കിലും പറഞ്ഞു തരുന്ന, എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടാകാം. ഓക്കെ. അപ്പം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റിനും നെഗറ്റീവ് വൈബ്രേഷൻസ് ഒരുപാടുണ്ട് ഈ പേഴ്സണുമായിട്ട് അടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ബ്ലോക്കേജുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കേജും അതിന് പ്രശ്നം ഞാൻ പറഞ്ഞാൽ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കളയുക. ചേസിങ് ഒരു ബ്ലോക്കേജാണ്. ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ബാക്കിയെല്ലാം ബ്ലോക്കേജിനെയും മാറ്റാൻ വേണ്ടി സാധിക്കും. ആ പേഴ്സൻ്റെ തോട്ട്സിനെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
ഇനി ആ പേഴ്സൺ നോക്കും നിങ്ങൾ നല്ല രീതിക്കാകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതായത് പാസ്റ്റിൽ വന്നപ്പം ഇത് എന്താ പറയുക, ആ പേഴ്സൺ ഇങ്ങനെ ഈഗോ പോലെ പോകണു, നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ എനർജിയിൽ കരഞ്ഞ് അവരുടെ പുറകാലെ പോകുന്നു. പക്ഷേ സ്റ്റിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ വളരെ ബോൾഡ് ആകുന്നു, ആ പേഴ്സൺ ഡൗൺ എനർജിയിലേക്ക് പോകുന്നു. അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നത് കൊണ്ട് റിലേഷൻഷിപ്പിൽ നടക്കേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ തമ്മിൽ മേ ബി ടിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. രണ്ട് ആത്മാക്കൾ തമ്മിൽ ഒരു സോൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം. ഒറ്റൊരു കാര്യം കൂടി എടുക്കാം. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കൺഫ്യൂഷൻസ് ഉണ്ടാകും, ജഗിളിങ് ഉണ്ടാകും, ബാലൻസില്ലായ്മ ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 2 പേഴ്സൺസ് ആണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മൂന്നാമതായിട്ട് കയറി ചെന്നിട്ടുള്ള ഒരാളായിരിക്കാം. നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് കയറി ചെന്നിട്ടുള്ള ഒരാൾ മേ ബി. അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ കയറി വരുന്നത്. കാരണം ഈ പേഴ്സൺ ഓൾഡിലേക്കാണ് പോകുന്നത്.